നമ്മുടെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മുൻ ന്യായാധിപനുമായ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു ഈ ഇടയ്ക്ക് ഒരു വിവാദ പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ജനങ്ങളിൽ 80% വരുന്ന മതവിശ്വാസികൾ വിഡ്ഢികളാണ്. തലയിൽ ബുദ്ധിയില്ലാത്ത, ആൾതാമസമില്ലാത്ത വിഡ്ഢികൾ. ഇതുപോലത്തെ പ്രസ്താവന മുമ്പും പലരും നടത്തിയിരുന്നു. തമിഴ്നാട്ടിലെ പെരിയാർ യുക്തിവാദിയും DK പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാപകനുമായ പെരിയാർ കടവുളൈ നമ്പുകിറവൻ മുട്ടാൾ, നമ്പുക വിശ്വസിക്കുക, മുട്ടാൾ മടയൻ വിഡ്ഢി. അതായത് ദൈവത്തെ വിശ്വസിക്കുന്നവൻ വിഡ്ഢി, മതവിശ്വാസികൾ വിഡ്ഢികളാണ്. എന്നാൽ ഇന്ന് തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ ഇതുപോലെ പ്രസ്താവിക്കാൻ ആരും ധൈര്യപ്പെടില്ല. അത്രയ്ക്കും സാംസ്കാരിക പരിസ്ഥിതി മാറിയിരിക്കണം. ആ വേളയിലാണ് കട്ജു, മാർക്കണ്ഡേയ കട്ജു സധൈര്യം ജനങ്ങളെ നോക്കി പറയുന്നത്, നിങ്ങളിൽ 80% വരുന്ന വിശ്വാസികൾ വിഡ്ഢികളാണ്. ഇത് പറയാൻ സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കൾക്ക് പേടിയാണ്. മതത്തെ പേടിയാണ്. മതത്തെ അവർ നന്നായി ഭയപ്പെടുന്നുണ്ട്. മതത്തെ പ്രീണിപ്പിച്ചാണ് അവരുടെ നിലനിൽപ്പ് തന്നെ. ഈ പ്രസ്താവനയിലൂടെ രാജാവ് നഗ്നനെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ സാംസ്കാരിക തുണി ഉടുപ്പിക്കാനാണ് മാർക്കണ്ഡേയ കട്ജു ഇവിടെ ശ്രമിക്കുന്നത്. 2000 രൂപ ചിലവാക്കിയ ഡൽഹിയിൽ എളുപ്പത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാമെന്ന്, ആ വർഗീയ കലാപത്തിൽ ചേരിത്തിരിഞ്ഞു നിന്നുകൊണ്ട് തമ്മിൽ തല്ലുന്ന ജനങ്ങൾ ആരാണ് ഞങ്ങളെ തമ്മിൽ തല്ലിക്കുന്നതെന്നും ഇതിൻ്റെ കാരണമെന്തെന്നും ചിന്തിക്കാതെ പോകുന്നത് വർത്തമാനകാല ദുരന്തത്തിൻ്റെ ഒരു ചിത്രമാണ്. 1857 നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന 80% വരുന്ന ഹിന്ദുക്കളും 80% വരുന്ന മുസ്ലിങ്ങളും മനസ്സിൽ വർഗീയത പേറുന്നവരാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരുപാട് വിവാദങ്ങൾ സ്വാഭാവികമായി ഉണ്ടായി. അതിൽ 2 വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കണമെന്ന് വാദിച്ചു, ആവശ്യപ്പെട്ടു. അവരെ അവഗണിക്കാതെ അവർക്ക് നല്ല മറുപടി കൊടുക്കുകയാണ് കട്ജു ചെയ്തത്. ഞാൻ ആരെയും വേദനിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതല്ല. 90% എന്ന് ഉദ്ദേശിച്ചത് ഭൂരിപക്ഷത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഞാനിത് പറയാൻ കാരണം, അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഇന്ത്യക്കാരെ സ്നേഹിക്കുന്നു. അവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഇത് പറഞ്ഞതിൽ സദുദ്ദേശമാണുള്ളതെന്ന് അദ്ദേഹം ബ്ലോഗിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബ്ലോഗിലൂടെ അവർക്ക് മറുപടി നൽകി. മറ്റൊരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. മുംബൈയിൽ ബൽതാക്കറെ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുശോചന സന്ദേശങ്ങളുടെ പ്രവാഹമായിരുന്നു. അതിൽ ഒരു സന്ദേശത്തിൻ്റെ കുറവുണ്ടായിരുന്നു, മാർക്കണ്ഡേയ കട്ജുവിൻ്റെ. അദ്ദേഹം ബാൽതാക്കറയ്ക്ക് മരണ അനുശോചനം അയക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അതിനു പറഞ്ഞ കാരണം താക്കറെയുടെ ഭൂമിപുത്ര വാദം, മണ്ണിൻ്റെ മക്കൾ വാദം, ഇന്ത്യയുടെ ഭരണഘടനയുടെ 1-1-19 ഈ അനുച്ഛേദനങ്ങൾക്ക് വിരുദ്ധമാണ്. ഇന്ത്യക്കാരെ അകമാനം ഒന്നായി കണ്ട് ഏതു സംസ്ഥാനത്തും പോയി ജീവിക്കാനുള്ള അവകാശം ഇന്ത്യക്കാർക്ക് നൽകുന്ന ഭരണഘടനയുടെ വിഭാവനയ്ക്കെതിരായി പ്രവർത്തിച്ച താക്കറയ്ക്ക് ഞാൻ അനുശോചനം അർപ്പിക്കുന്നില്ല എന്ന് സധൈര്യം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മഹാനായ ആ വ്യക്തിയെ ശ്ലാഘിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട്
ശാസ്ത്രപ്രചരണ വേദിയുടെ ഈ അധ്യായം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു. മാർക്കണ്ഡേയ ഗഡ്ജു ഇത് വെറുതെ പറഞ്ഞതാണോ? അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തൊക്കെ വാസ്തവമുണ്ട്? നമുക്ക് ചെറുതായി ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി ചില പോരായ്മകളുണ്ടെങ്കിലും അവരുടെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം ജനങ്ങളിൽ അർപ്പിക്കുന്നു. എന്ത് അഴിമതി കാണിച്ചാലും, ഏത് വിധേനയും ഭരണം നടത്തിയാലും, ദുർഭരണം നടത്തിയാലും, എന്തു വൃത്തികേട് കാണിച്ചാലും തിരഞ്ഞെടുപ്പ് വേളകളിൽ ജാതിയും മതവും നോക്കി ജാതിയുടെയും മതത്തിൻ്റെയും സ്നേഹത്താൽ മോശപ്പെട്ട രാഷ്ട്രീയക്കാരെ ഭരണത്തിൽ ഇരുത്തുവാൻ, അവരെ ഭരണം ഏൽപ്പിക്കുവാൻ ഇന്ത്യൻ ജനത തയ്യാറാകുന്നത് സ്വന്തം തലയിൽ തീവാരി ഇടാൻ തയ്യാറാകുന്നത് അവരുടെ മതവിശ്വാസം കൊണ്ടാണെങ്കിൽ ഈ മതവിശ്വാസത്തെ വിഡിത്തം എന്നല്ലാതെ എങ്ങനെയാണ് വിളിക്കേണ്ടത്? റീപ്രൊഡക്ഷൻ, പുനരുൽപാദനം, ഇതെങ്ങനെയാണ് ജീവികളിൽ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രം സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ മതപാഠശാലകളിൽ ഈ പാഠം സ്കൂളിൽ പഠിച്ചുകൊണ്ട് മതപാഠശാലയിൽ പോകുമ്പോൾ ദൈവപുത്രൻ ദൈവമാതാവിന് ദൈവത്തിൽ നിന്നും ഗർഭമുണ്ടായിട്ട് സംജാതനായി എന്ന് വിശ്വസിക്കുന്ന പാഠങ്ങൾ പഠിപ്പിക്കുന്ന ആ പാഠ്യപദ്ധതിയെ വിഡിത്തമെന്നല്ലാതെ എങ്ങനെയാണ് വിളിക്കേണ്ടത്? കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഹിന്ദുവിൽ ദ ഹിന്ദു ഇംഗ്ലീഷ് പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ ഞാനൊരു ലേഖനം വായിക്കുകയുണ്ടായി. ആ ലേഖനം എന്നെ ആകർഷിച്ചു. അതിൽ പറയുന്നത് പാകിസ്ഥാനിൽ ഷിയ വിഭാഗക്കാർ സുന്നികളാൽ വേട്ടയാടപ്പെടുന്നു. ഈ ലേഖനം വന്നതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് മുഹറം ആഘോഷവേളയിൽ 29 ഷിയാക്കൾ സുന്നികളാൽ വധിക്കപ്പെട്ടു. സുന്നികളും ഷിയാക്കളും വിശ്വസിക്കുന്നത് ഒരു അള്ളാഹുവിലാണ്, ഒരു പ്രവാചകനിലാണ്. ഒരേ മതവിശ്വാസത്തിൽ നേരിയ വ്യതിയാനങ്ങൾ വന്ന വിശ്വാസികളെപ്പോലും സഹിക്കാനൊക്കാത്ത തരത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ മതബോധം അവരെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഈ മതബോധത്തെ വിഡിത്തം തന്നെ എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ മറ്റൊരു പേര് അതിന് ഉചിതമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജ്യോത്സ്യം, ചൊവ്വാഗ്രഹം നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളുടെ ശാപമാണ്. മനുഷ്യർക്ക് കാലുകുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെയും നാസയുടെ പര്യവേഷണ പേടകങ്ങൾ ഇപ്പോഴും അവിടെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജലത്തിൻ്റെ സൂചന പോലും നൽകുന്ന ഈ വേളയിൽ അങ്ങ് അകലെ നിൽക്കുന്ന ചൊവ്വ ഇവിടെ സ്ത്രീകളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സ്ത്രീകളുടെ ജീവിതമാണ് ജ്യോത്സ്യം വഴിമുട്ടിക്കുന്നത്. ഇന്ത്യയിലെ, ലോകത്തെ എല്ലാ മനുഷ്യരും പരസ്പരം വിവാഹിതരായി ഒരു നവ മനുഷ്യകുലം രൂപീകൃതമാകാൻ എതിരു നിൽക്കുന്നത് ജ്യോത്സ്യം പോലുള്ള മത അന്ധവിശ്വാസമാണെങ്കിൽ 80% വരുന്ന ഇന്ത്യക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. 70% വരുന്ന ഇന്ത്യക്കാരുടെ ശരാശരി വരുമാനം 20 രൂപയെന്ന് ഗവൺമെൻറ് തന്നെ നിയമിച്ച കമ്മീഷൻ രേഖപ്പെടുത്തുമ്പോൾ ഈ അവസ്ഥയ്ക്ക് കാരണമായി ഭവിക്കുന്നത് സാധാരണ ഇന്ത്യക്കാരുടെ മതവിശ്വാസമാണെങ്കിൽ ഈ മതവിശ്വാസത്തെ വിഡിത്തം എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഇത്തരത്തിൽ വിശ്വാസികൾ എന്തുകൊണ്ട് വിഡ്ഢികളായിത്തീരുന്നു? ഇത് നമുക്കൊന്ന് ചെറുതായി ശാസ്ത്രീയമായി വിശകലനം ചെയ്തു നോക്കാം. റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹത്തിൻ്റെ ഗോഡ് ഡെല്യൂഷൻ എന്ന പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഈയാമ്പാറ്റകൾ, അത് മനുഷ്യർ കത്തിച്ചു വയ്ക്കുന്ന, രാത്രികാലങ്ങളിൽ മനുഷ്യൻ കത്തിച്ചു വയ്ക്കുന്ന വിളക്കുകളിൽ വന്നു വീണ് ആത്മാഹൂതി നടത്തുന്നു. എന്താണ് ഇതിന് കാരണം? മനുഷ്യൻ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് പരിണാമ ദിശയിൽ
രൂപപ്പെട്ടു വന്ന ഈയാമ്പാറ്റകൾ രാത്രി സഞ്ചാരത്തിന് വേണ്ടിയിട്ട് ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വെളിച്ചത്തെ ഉപയോഗിച്ചിരുന്നു. സഞ്ചാരത്തിന് നക്ഷത്ര വെളിച്ചത്തിൻ്റെ സൂചനകൾ അടങ്ങിയ തലച്ചോറിൻ്റെ ഭാഗത്തിൻ്റെ തെറ്റായ വിവരമാണ് മനുഷ്യൻ കത്തിച്ചു വയ്ക്കുന്ന വിളക്കിനെ ചന്ദ്രൻ്റെ വെളിച്ചം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈയാമ്പാറ്റകൾ അതിൽ വന്നു വീണ് ചത്തൊടുങ്ങുന്നതെങ്കിൽ, ഒരു ആവശ്യത്തിൻ്റെ സന്ദേശം നൽകുന്ന തലച്ചോറിൻ്റെ ഭാഗം തെറ്റായ ഒരു പാർശ്വഫലം ഉണ്ടാക്കുന്നത് പോലെയാണ് മനുഷ്യൻ്റെ അതിജീവനത്തിന് വേണ്ടിയിട്ട് തലച്ചോറിൻ്റെ ഭാഗങ്ങളിൽ വന്ന പാർശ്വഫലമാണ് മതബോധമെന്ന് ഡോക്കിൻസ് നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹം ശാസ്ത്രലോകത്തിന് മുമ്പ് ഒരു പുതിയ സിദ്ധാന്തം മുമ്പിൽ വച്ചിരിക്കുകയാണ്, മീം സിദ്ധാന്തം. ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും ഭൗതികമായി തന്നെ ജീനിലൂടെയാണ് അതിൻ്റെ ഫിനോടൈപ്പ്, ജിനോടൈപ്പ് പകർത്തപ്പെടുന്നത്. മീമുകൾ ഇത് സങ്കല്പ ജീനുകളാണ്. ജീനുകൾ ഭൗതിക വസ്തുവാണ്. ഈ ഭൗതിക വസ്തു ഭൗതിക ശരീരത്തിൽ നിന്നും ഭൗതിക ശരീരത്തിലേക്ക് ഭൗതികമായി തന്നെ മാറ്റപ്പെടുമ്പോൾ സാങ്കല്പിക മീമുകൾ മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്നും മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് മാറ്റപ്പെടുന്നു. അങ്ങനെ അനേകായിരം വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത മീമുകളുടെ പരിണിതിയാണ് മതബോധം. ഇതിനെ മീംപ്ലക്സ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ഇത്തരത്തിൽ അവർക്ക് കിട്ടിയ മതബോധത്തിൻ്റെ ശാസ്ത്രീയത, അതിൻ്റെ തെളിവുകൾ അന്വേഷിക്കാൻ മനുഷ്യർ മെനക്കെടാറില്ല. ഇത് തന്നെയാണ് അന്ധവിശ്വാസപരമായ മതബോധത്തിൻ്റെ വിഡിത്തത്തിന് കാരണമായി നമുക്ക് കാണാവുന്ന ശാസ്ത്രീയ തെളിവ്. അതിജീവനത്തിൻ്റെ ഭാഗമായി തലച്ചോറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന മോഡ്യൂളുകളിൽ പാർശ്വഫലങ്ങളുണ്ടായി അതിൽ മതബോധം വരികയും ആ മതബോധം ശാസ്ത്രീയതയെ, തെളിവുകളെ അന്വേഷിക്കാതെ എല്ലാ അന്ധവിശ്വാസങ്ങളെയും അപ്പടിക്ക് സ്വീകരിക്കുന്നത് കൊണ്ടുള്ള ഒരു പരിണിതിയാണ് മനുഷ്യ മനസ്സിൻ്റെ മതബോധത്തിൻ്റെ വിഡിത്തമെന്ന് ഡോക്കിൻസ് നമ്മെ പഠിപ്പിക്കുന്നു. ഇതിന് ഒരു മാറ്റം വരില്ലേ? തീർച്ചയായിട്ടും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. മനുഷ്യരിൽ നിന്ന് നരബലി, സതി തുടങ്ങിയ ദുരാചാരങ്ങൾ അകന്നുപോയി. കാരണം കൾച്ചറൽ റെവല്യൂഷൻ, സാംസ്കാരിക വിപ്ലവം, മീമുകളുടെ അതിജീവനം, ഇത് സംഭവിക്കാൻ കൾച്ചറൽ റെവല്യൂഷൻ, സാംസ്കാരിക വിപ്ലവം നടക്കണം. സാംസ്കാരിക വിപ്ലവം നടക്കാൻ മീമുകൾ ഉണ്ടാകണം. പുത്തൻ മീമുകൾ തലച്ചോറിലേക്ക് എത്തപ്പെടണം. അങ്ങനെ എത്തപ്പെടുന്ന മീമുകളുടെ അതിജീവനം കൾച്ചറൽ റെവല്യൂഷനിലേക്ക് നയിക്കുമെങ്കിൽ അത്തരം കൾച്ചറൽ റെവല്യൂഷൻ്റെ തുടക്കമാണ്, ദീപശിഖയാണ് മാർക്കണ്ഡേയ ഗഡ്ജു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ